എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ലൈൻ. ഓക്കെ, ഒരു 21 ഹൈഡ്രജൻ ലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ സയൻസ് ആൻഡ് ടെക് സ്പേസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത്. GS3 വരുന്ന ഒരു ന്യൂസാണിത്. പിന്നെ റീകാൽസിലൻ്റ് ജംബോ, അത് നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എക്കണോമിയിൽ വരുന്ന ഒരു ന്യൂസാണ്. പിന്നെ എന്ന് പറയുന്നത് അതും നമ്മുടെ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. സെറ്റിലിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ത്രൂ ലിറ്റിഗേഷൻ. ഓക്കെ, ഇത് ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജൻ ലൈൻ എ യുണീക്ക് സിഗ്നൽ. ഓക്കെ, ഇതാണ് ആ ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡിങ്. ഇത് നമ്മൾ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു ന്യൂസാണ്. ഓക്കെ, ഇതിൽ ഈ 21 സെൻറ്റിമീറ്റർ ഹൈഡ്രജൻ ലൈൻ എമിഷൻ എന്ന് പറയുന്നത് ഇതൊരു ആസ്ട്രോണോമി റിലേറ്റഡ് ആയിട്ട് ഡിസ്റ്റൻറ്റ് സ്റ്റാർസിനെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളൊരു മെക്കാനിസമാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ദിസ് എമിഷൻ അറൈസസ് ഫ്രം ദ സ്പിൻ ഫ്ലിപ്പ് ട്രാൻസിഷൻ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റംസ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതിൻ്റെ എമിഷൻ്റെ വേവ് ലെങ്ത് ആണ് ആക്ച്വലി 21 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ന്യൂസ് കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. ഇമ്പോർട്ടൻസ് ഓഫ് 21 സെൻറ്റിമീറ്റർ ഹൈഡ്രജൻ ലൈൻ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് കോൾഡ് ന്യൂട്രൽ ഹൈഡ്രജൻ ഗ്യാസ് ക്ലൗഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ സ്പേസ് ഉണ്ട്. പിന്നെ മാപ്പിംഗ് ദ സ്ട്രക്ചർ ഓഫ് മിൽക്കി വേ ഗാലക്സി ആൻഡ് ഇറ്റ്സ് സ്പൈറൽ ആംസ്, പ്രോബിംഗ് ദ ഫസ്റ്റ് ലൈറ്റ് എമിറ്റഡ് ബൈ ദ യൂണിവേഴ്സ് ഏർലിയസ്റ്റ് ഗാലക്സീസ്, potential for sending information across space detectable by alien civilization. പിന്നെ സിമ്പിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജിയാണ് ഈ ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ഈ ഒരു സ്കീമിന് ഈ ഒരു പ്രോസസ്സിന് എടുക്കുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് മോസ്റ്റ് അബൻഡൻറ്റ് എലമെൻറ്റ് ഇൻ ദി യൂണിവേഴ്സ് ആണ്. ഇതിലൊരു പ്രോട്ടോൺ ഉണ്ട്. നമുക്കറിയാം പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. ബോത്ത് പ്രോസസ്സിങ് a property called spin. Okay, when spins of the proton and the electron are anti-aligned, the hydrogen atom has more energy than when they are aligned. അപ്പോൾ ആൻറ്റി അലൈൻഡ് ആയിട്ടുള്ള സ്പിൻസ് വരുമ്പോഴേക്ക് ഇവർക്ക് കൂടുതൽ എനർജി വരും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഫ്ലിപ്സ് ഇറ്റ്സ് സ്പിൻ ടു ഷെഡ് ഇറ്റ്സ് എക്സസ് എനർജി. അപ്പം അങ്ങനെ ഒരു ഇവരുടെ ഇലക്ട്രോണിൻ്റെ ഫ്ലിപ്പ് വരുമ്പോഴേക്കും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വരും. അതിൻ്റെ വേവ് ലെങ്ത് ആണ് ഈ 21 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രജൻ ലൈൻ. ഇപ്പോൾ 1951 സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദിസ് എമിഷൻ, revolutionizing radio astronomy and enabling new discoveries. So by detecting 21 centimeter line, astronomers can map distribution of the neutral hydrogen gas throughout the galaxies, unveiling the structure of galaxies, tracing the early stages of galaxy formation. അപ്പം ഇതെന്ന് പറയുന്ന ഒരു സിംപിളസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഈ സിംപ്ലിസിറ്റി ഓഫ് ദ 21 സെൻറ്റിമീറ്റർ ഡിറ്റക്ഷൻ മേക്സ് ഇറ്റ് അട്രാക്റ്റീവ് ടാർഗറ്റ് ഫോർ പൊട്ടൻഷ്യൽ ഇൻറ്റർസ്റ്റെല്ലാർ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രജൻ എപ്പോച്ച് അയോണൈസിങ് അറ ആൻഡ് ദ സ്ക്വയർ കിലോമീറ്റർ അറേ. അപ്പം ഹെറായും എസ്കെയും ഇത് രണ്ടും ഈ ഹൈഡ്രജൻ എമിഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഈ ഹൈഡ്രജൻ 21 സെൻറ്റിമീറ്റർ അല്ലെ 21 സെൻറ്റിമീറ്റർ ലൈൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എമിഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ 21 സെൻറ്റിമീറ്റർ ഹൈഡ്രജൻ ലൈൻ ഹാസ് എമർജ്ഡ് ആസ് എ പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ് ഇൻ മോഡേൺ ആസ്ട്രോണോമി, enabling groundbreaking discoveries and offering a tantalizing possibility of interstellar communication. Its significance spans for unraveling history. അപ്പം 21 സെൻറ്റിമീറ്റർ ലൈൻ എന്ന് പറയുന്നത് ആസ്ട്രോണോമിക്കൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഹെറ ആൻഡ് എസ്കെ എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണെന്നുകൂടി ഓർത്തിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. എസ്പെഷ്യലി ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് നമ്മുടെ മോണിറ്ററി പോളിസി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് മോണിറ്ററി പോളിസി കമ്മിറ്റി NPC, നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി അതുപോലെ തന്നെ മോണിറ്ററി പോളിസി ടൂൾസ് എല്ലാം നമ്മുടെ പ്രീവിയസ് DNAസിൽ നോക്കിയിട്ടുണ്ട്. പ്രിലിംസ് പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതൊക്കെ ഓർത്തിരിക്കുക, ഇതൊക്കെ പഠിക്കുക. Kept the benchmark of repo rate unchanged at 6.5% for the 8th consecutive meeting. This decision is driven by the concerns over elevated food inflation. അപ്പോൾ നമുക്കറിയാം ഫുഡ് പ്രൈസസിൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അത് ഒരു കഴിഞ്ഞ മന്ത് DNAയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഫുഡ് പ്രൈസസിൻ്റെ റേറ്റ് കൂടുന്നുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഒന്നെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഹീറ്റ് വേവ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
which could derail the central bank's efforts to ensure durable price stability. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺ. ഇതാണ് അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസേൺസ് ഓവർ ഫുഡ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് മെഷേർഡ് ബൈ ദ കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് ആക്സലറേറ്റഡ് ടു എ പ്രൊവിൻഷ്യൽ 8.7% in April, up from 8.52. ഇപ്പോൾ മാർച്ചിൽ 8.52 ആയിരുന്നു, അത് ഏപ്രിൽ ആയപ്പോഴേക്കും 8.7 ആയി. ഓക്കെ, റീസെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് സജസ്റ്റ് ദാറ്റ് ദ പ്രൈസ് ഗെയിൻസ് സ്പേർഡ് ബൈ ദ സർജ് ഇൻ ടൊമാറ്റോ ഉണ്ട്, ഒണിയൻ, പിന്നെ പൊട്ടറ്റോ പ്രൈസസ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസസ് കാരണമാണ് കൂടിയേക്കുന്നത്. പിന്നെ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി ഫോർകാസ്റ്റ് ദ ഹെഡ്ലൈൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ലൈക്ലി ഇൻക്രീസ് ടു 5.14% in May, primarily driven by 40 basis point. അപ്പോൾ നമുക്ക് ഈ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഈ റെപ്പോ റേറ്റ് കൂടുന്ന ബേസിസ് പോയിന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫുഡ് പ്രൈസ് അഗെയിൻസ്റ്റ് 9.1%. അത് ജസ്റ്റ് ഒരു അവർ ഡേറ്റ കൊടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് ആൻസർ റൈറ്റിങ്ങിനൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കോൺടാക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ കൂടി എന്ന് പറയാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്താണ്? ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ് നമുക്കറിയാം ഇൻഫ്ലേഷൻ വരുന്നത് 4 ± 2 ആണ് അല്ലേ? ഇതിനുള്ളിൽ നിൽക്കണമെന്നുണ്ട് നമ്മുടെ ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പം ആ ഒരു സ്കെയിലാണ് നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നുണ്ടെന്ന് നമുക്ക് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കേസിൽ ഇൻഫ്ലേഷൻ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നം എന്താണ്? ഒന്ന് പറയുന്നത് NPC flagged that the challenges it faced in achieving inflation target of 4% as increasing adverse climate events ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നെന്ന് പറയുന്നത് ഹീറ്റ് വേവ്സ് ആണ്. ലാസ്റ്റ് മന്ത്സ് ഹീറ്റ് വേവ്സ് കോസ് ദ റൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലോ വാട്ടർ ഷോർട്ടേജ് ലെവൽസ് ഇൻ കൺട്രീസ് റിസർവോയേഴ്സ്. അപ്പം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഹീറ്റ് വേവ്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. രണ്ടെന്ന് പറയുന്നത് ഈ വാട്ടർ സപ്ലൈ, ഗ്രൗണ്ട് വാട്ടർ സപ്ലൈ എസ്പെഷ്യലി നോർത്തേൺ റീജിയൻസിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഡിപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്രൗണ്ട് വാട്ടർ സപ്ലൈ ട്രാക്ക് ചെയ്യാനായിട്ട് ഇപ്പം നോർമലി നമുക്ക് പറ്റത്തില്ലെങ്കിലും ഈ പൈപ്പുകളുണ്ടല്ലോ, ഈ പൈപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫേംസ് അവരുടെ റിസൾട്ട് കൂടുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവരുടെ പ്രോഫിറ്റ് കൂടുന്ന, അപ്പം ഇത് ആക്ച്വലി എക്കണോമിയിൽ ട്രാക്ക് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. അവർ ട്രാക്ക് ചെയ്യും. ഇപ്പം ഈ കമ്പനീസ് സപ്പോസ് വി-ഗാർഡിന് പൈപ്പ് മാനുഫാക്ചറിങ് ഉണ്ട്, അപ്പോൾ സ്റ്റാർ പൈപ്സ്, അവരുടെ പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ നമുക്കറിയാം ഈ ബോർവെൽ ഡിഗ് ചെയ്യാൻ അതുപോലുള്ള കാര്യത്തിനെല്ലാം പൈപ്പുകളുടെ സെയിൽ കൂടിയിട്ടുണ്ട്. അപ്പം വാട്ടർ ഷോർട്ടേജ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ എക്കണോമിയിൽ ഫാമേഴ്സിൻ്റെ ഔട്ട്പുട്ട്, ഫാമേഴ്സിന് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ട്രാക്ടർ സെയിൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്കണോമിയിൽ ഇവർ ആക്ച്വലി ഇതൊരു മീഡിയമായിട്ട് ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ വാട്ടർ ഷോർട്ടേജ് ലെവൽസ് ഉണ്ട്, കൺട്രിയുടെ റിസർവോയേഴ്സിൽ കുറയുന്നുണ്ട്, അതായത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കുറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ മാത്രമേ മഴയൊക്കെ ഉള്ളൂ. നോർത്തേൺ റീജിയൻസിൽ ഹീറ്റ് വേവ് ഉണ്ട്, അവിടെ മഴയില്ല, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രശ്നം വരുമ്പോഴേക്കും അവിടെ ഫുഡ് പ്രൈസസ് കൂടും, അവരുടെ പ്രൊഡക്ഷൻ അവിടെ കുറയും. നമുക്കറിയാം നോർത്തേൺ ബെൽറ്റിലാണ് കൂടുതലും നമുക്കുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ അതർ ഇൻഫ്ലേറ്ററി പ്രഷേഴ്സ് എന്ന് പറയുന്നത് റൈസിങ് പ്രൈസസ് ഓഫ് ഇൻഡസ്ട്രിയൽ മെറ്റൽസ് കുഡ് അണ്ടർമൈൻ ഡിഫ്ലമേറ്ററി ട്രെൻഡ് ഇൻ കോർ ഇൻഫ്ലേഷൻ. പിന്നെ അൺസർട്ടൺ ഔട്ട്ലുക്ക് ഓഫ് ക്രൂഡ് ഓയിൽ പ്രൈസസ്, അതായത് വെസ്റ്റ് ഏഷ്യയിൽ ഉള്ള ടെൻഷൻസ്. പിന്നെ ഔട്ട്പുട്ട് കട്ട്സ് ബൈ ഒപെക് പ്ലസ് പ്രൊഡ്യൂസർ നേഷൻസ്, ഒപെക് പ്ലസും ഒപെക് കൺട്രീസും നോക്കുക. ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസിൻ്റെ കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഒപെക് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പാക്ട് ഓൺ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് RBI's ലേറ്റസ്റ്റ് സർവേ ഇൻഡിക്കേറ്റ് ദാറ്റ് ഹൗസ് ഹോൾഡ് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ ടു ക്വിക്കൻ ഫോർ ഓൾ മേജർ പ്രോഡക്റ്റ് ഗ്രൂപ്പ്സ് ബട്ട് ഓവർ ദ 3 month and 1 year പീരീഡ്സ്. ഓക്കെ, ഹൗസ് ഹോൾഡ് ഇൻഫ്ലേഷൻ കൂടാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് RBIയുടെ ലേറ്റസ്റ്റ് സർവേസ് പറയുന്നുണ്ട്. കൺസ്യൂമർ കോൺഫിഡൻസ് മോഡറേറ്റഡ് ഫ്രം ദ മാർച്ച് സർവേ വിത്ത് ആൻ ഇൻക്രീസ് മെജോറിറ്റി ഓഫ് ഓൾമോസ്റ്റ് 80% ഓഫ് ദ റെസ്പോണ്ടൻസ് എക്സ്പെക്ടിങ് പ്രൈസ് ഗെയിൻസ് ടു ആക്സലറേറ്റ് ഇൻ 1 year's ടൈം. ഒരു വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം കൂടാനായിട്ട് ചാൻസസ് ഉണ്ടെന്നാണ് പോപ്പുലേഷൻ പറയുന്നത്. 80% കൺസേൺഡ് സർവേ റെസ്പോണ്ടൻസ് പറയുന്നത്. Okay, RBI's decision to keep repo rate unchanged reflects the central bank's concerns over the persistent threat of food inflation and its potential impact on overall price stability. അപ്പോൾ addressing supply side challenges and anchoring inflation expectations remain crucial for achieving desired inflation target and supporting sustainable economic growth. ഇതൊരു വേഗമായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. ഇത് ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ളൊരു കൺക്ലൂഷനായിട്ട്
കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് ഫുഡ് ഇൻഫ്ലേഷനാണ്. RBI എന്തുകൊണ്ടാണ് റെപ്പോ റേറ്റ് ഇപ്പോഴും 6.5 തന്നെ ഇട്ടേക്കുന്നത് എന്നുള്ള റീസൺ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫുഡ് പ്രൈസ് കൂടുന്നുണ്ട്. ഫുഡ് പ്രൈസ് കൂടാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്, ഹീറ്റ് വേവ്സ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ നല്ല രീതിയിൽ ഡിറ്റോറിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഡിറ്റോറിയേറ്റ് ചെയ്യുമ്പോഴേക്കും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒന്നേൽ പൈപ്പ് മാനുഫാക്ചറിങ് ഫേംസിൻ്റെ പ്രോഫിറ്റ്സ് നോക്കാം, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് നമുക്ക് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമേഴ്സ് പ്രൊഡക്ഷൻ കുറയുന്നുണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ ട്രാക്ടർ സെയിൽസ്, അത് ആക്ച്വലി എക്കണോമിയിൽ നോക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാമെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, പിന്നെ കൺക്ലൂഷനിൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുത്തു. ഇവർ റെപ്പോ റേറ്റ് അൺചേഞ്ച് ആക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ റെപ്പോ റേറ്റ് കൂട്ടുവാണെങ്കിൽ ഇൻഫ്ലേഷൻ ചേഞ്ച് വരും. അതുപോലെ തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് RBIക്ക് ഇച്ചിരി സാധിച്ചിട്ടില്ല, കാരണം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അഡ്വേഴ്സ് ആണ്. അപ്പോൾ ഓവറോൾ പ്രൈസ് സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവർ റെപ്പോ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇൻഫ്ലേഷൻ നിങ്ങൾ ടോപ്പിക്ക് എക്കണോമിയിൽ നോക്കുമ്പോഴേക്കും ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ നോക്കുക, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടൈപ്സ് WPI CPI നോക്കണം, പിന്നെ മോണിറ്ററി പോളിസി ടൂൾസ് നോക്കണം. അതെല്ലാം പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇപ്പം DNA നോക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് WPI CPI ആണ്. WPI എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പം ഡെഫിനേഷൻ എമൗണ്ട്സ് ഫോർ ദ ആവറേജ് ചേഞ്ച് ഇൻ ദ കൊമോഡിറ്റീസ് അറ്റ് ഹോൾസെയിൽ ലെവൽ. മറ്റേതെന്ന് പറയുന്നത് റീറ്റെയിൽ ലെവലിലുള്ള പ്രൈസ് ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ പബ്ലിഷിംഗ് ഓഫീസ് എന്ന് പറയുന്നത് WPIയുടെ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് CPIയുടെ കേസിൽ അത് നാഷണൽ NSOs അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. കൊമോഡിറ്റീസ് എന്ന് പറയുന്നത് WPIയുടെ കേസിൽ അത് ഗുഡ്സ് ഉള്ളിയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇത് പ്രിലിംസിൽ ചോദിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് WPI ഗുഡ്സ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. CPI ഗുഡ്സ് ആൻഡ് സർവീസസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻഫ്ലേഷൻ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷനിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷനിലാണ് CPI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസസ് പെയ്ഡ് ബൈ മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. CPIയുടെ കേസിൽ കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കൊമോഡിറ്റീസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഇൻപുട്സ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്, മിനറൽസ്, മെഷീനറി, ബേസിക് മെറ്റീരിയൽസ്, അതെല്ലാം ഉണ്ട്. നെക്സ്റ്റ് CPIയുടെ കേസിലാണ് ഒരുമാതിരി എല്ലാം വരുന്നത്. എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, റിക്രിയേഷൻ, അപ്പാരൽ, ഫുഡ്സ്, ഫൈനൽ ഗുഡ്സ് ഒക്കെ അത് വരും. പിന്നെ സർവീസസും ഇതിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ ബേസ് ഇയർ WPIയുടെ കേസിൽ 2011 to 2012 ആണ്. CPIയുടെ കേസിൽ 2012 ആണ്. പക്ഷേ ഇത് മാറുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. 2024 ആകാനായിട്ട് ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് കൺഫേംഡ് അല്ല, അത് മാറ്റണമെന്ന് മിനിസ്ട്രി പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നമ്മൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒരു ക്വസ്റ്റ്യന് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ട്. ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ RBI ഡിസൈഡ്സ് ടു അഡോപ്റ്റ് ആൻ എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി, which of the following would it not do? Okay, cut and optimize statutory liquidity ratio, increase the marginal standing facility rate, cut the bank rate and repo rate. അപ്പോൾ മോണിറ്ററി പോളിസി ടൂൾസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടൂൾസ് ബേസ് ചെയ്തിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരും, ഈ ടോപ്പിക് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം, മാൻഡേറ്ററി ആയിട്ട് നോക്കണം. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 and 2, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 only, C എന്ന് പറയുന്നത് 1 and 3, D എന്ന് പറയുന്നത് 1, 2 and 3. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഒരു എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി വരുമ്പോഴേക്കും എന്താണ് RBI എടുക്കുന്ന മെഷേഴ്സ് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്യാം, അത് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അതൊരു ഡീലുണ്ടായിരുന്നു നമ്മുടെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിലുള്ളൊരു WTOയിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, ലോങ് ടേം പോൾട്രി പ്രോഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. In a remarkable diplomatic breakdown, India and the United States have managed to resolve 7 long-standing trade disputes at the WTO within a span of just a year. This achievement underscores the ability of major trading partners to effectively resolve sensitive trade matters through diplomatic channels, even amid complex domestic compulsions. Okay. ഇതിലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പോൾട്രി ഡിസ്പ്യൂട്ടാണ്. പോൾട്രി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് 2012 US ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ചാലഞ്ച്ഡ് ഇന്ത്യാസ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ പോൾട്രി പ്രോഡക്ട്സ്.
ഡ്യൂ ടു കൺസേൺ ഓവർ ഏവിയൻ ഇൻഫ്ലുവൻസ. ഓക്കെ, ഏവിയൻ ഇൻഫ്ലുവൻസ ബേർഡ് ഫ്ലൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അത് പേടിച്ചിട്ട് ഇന്ത്യയിൽ പോൾട്രി പ്രോഡക്ട്സിൻ്റെ ഇമ്പോർട്ട് ഇന്ത്യ നിരോധിച്ചു. അതിനെ ചാലഞ്ച് ചെയ്താണ് US പോൾട്രി ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഡിസ്പ്യൂട്ട് സ്റ്റുഡ് ആസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇൻസ്റ്റൻസസ് വെയർ ഡെവലപ്പിംഗ് WTO members sanitary and phytosanitary measures were brought before a WTO panel. അപ്പോൾ both panel and the WTO appellate body ruled in favor of US, requiring India to modify and withdraw its inconsistent measures. അപ്പം ഒരു ഒരു ഡെക്കേഡിന് ശേഷം റെസൊല്യൂഷൻ ടു ഡിസ്പ്യൂട്ട് മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് ഡിപ്ലോമാറ്റിക് അച്ചീവ്മെൻറ്റ്, ഇന്ത്യ അവോയ്ഡിങ് ആൻ ഇയർലി 450 million റിറ്റാലിയേഷൻ ക്ലെയിം. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് മേജർ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു ട്രേഡ് ഡിസ്പ്യൂട്ട് വരുവാണ്. അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിലിംസ് അല്ലെ മെയിൻസിൽ ചോദ്യങ്ങൾ വരുവാണ്. അപ്പോൾ അതിലൊരു വേ ഫോർവേഡ് നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഒന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്തണിങ് ബൈലാറ്ററൽ കോപ്പറേഷൻ ആണ്. സക്സസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ദീസ് ഡിസ്പ്യൂട്ട്സ് ഹൈലൈറ്റ്സ് എ പൊട്ടൻഷ്യൽ ബൈലാറ്ററൽ കോപ്പറേഷൻ ഇൻ റിസോൾവിങ് ട്രേഡ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഇന്ത്യ ആൻഡ് US അപ്പോൾ ഇതിന് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഈ ഒരു ന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യ ആൻഡ് US ഷുഡ് കണ്ടിന്യൂ ടു ലെവറേജ് ഡിപ്ലോമാറ്റിക് ചാനൽസ് ആൻഡ് ഫോസ്റ്റർ കോൺസ്ട്രക്റ്റീവ് ഡയലോഗ് ടു അഡ്രസ് ഫ്യൂച്ചർ ട്രേഡ് ഇഷ്യൂസ് proactively. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ സച്ച് ആസ് ഇൻ എ മാനർ ഓഫ് പോൾട്രി ഡിസ്പ്യൂട്ട്, ഇമ്പോർട്ട് ഡിസ്പ്യൂട്ട് ഓഫ് 2012. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കിത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീവാറ്റലൈസേഷൻ ഓഫ് ദ WTO dispute settlement system. With the appellate body remaining non-functional, there is an urgent need to revitalize WTO's dispute settlement mechanism. India and US should take a leadership role in advocating for reforms and addressing the impasse to restore credibility and effectiveness of multilateral ട്രേഡിംഗ് സിസ്റ്റം. അതായത് ഇങ്ങനെയുള്ള ഒരു ട്രേഡ് ഡിസ്പ്യൂട്ട് വരുമ്പോഴേക്കും അതിന് വേണ്ട ഒരു WTO അപ്പീൽ ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം അവർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ അത് നോൺ ഫങ്ഷനാണ്, അത് പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ഫോറത്തിൽ ഇത് ഡിസ്കസ് ചെയ്യണം. ആക്ച്വലി ഒരു മിഡിൽ മാൻ കൊണ്ടുവരിക, ഒരു നെഗോഷിയേറ്റർ കൊണ്ടുവരിക, എന്നിട്ട് അവർ ഇതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ബോത്ത് സൈഡ്സിന് ഹിയർ ചെയ്തിട്ടൊരു ഫൈനൽ ഡിസിഷൻ കൊണ്ടുവരാനായിട്ട് നോക്കണം. പിന്നെ പ്രൊമോട്ടിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റി. അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് ദീസ് ഡിസ്പ്യൂട്ട്സ് അണ്ടർസ്കോർസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് predictability in international trade. But both countries should continue to adhere to internationally recognized standards and provide scientific justifications of trade measures. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കറിയാം, അപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസയുടെ കേസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ട് US പ്രോഡക്ട്സിൻ്റെ മാറ്റിയത്. അപ്പോൾ അതിനുള്ള സയൻറ്റിഫിക് ക്ലെയിം വെച്ച് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ആൻസർ റൈറ്റിങ്ങിലല്ല, അത് വെച്ച് അങ്ങനെയുള്ള രീതിയിൽ വേണം ഇങ്ങനൊരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു റെസൊല്യൂഷൻ ഈ ഒരു ഡിസ്പ്യൂട്ടിൽ നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് നമ്മളിതിനകത്ത് ഈ ട്രാൻസ്പെറൻസി ആൻഡ് പ്രെഡിക്റ്റബിലിറ്റിയുടെ അണ്ടറിൽ നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ ഫോസ്റ്ററിങ് ഇൻക്ലൂസീവ് ട്രേഡ് പോളിസീസ് എന്ന് പറയുമ്പോഴേക്കും വൈൽ റിസോൾവിങ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു കൺസിഡർ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഉണ്ട്. നമുക്കറിയാം ഇതിൽ ഇപ്പം നമ്മളിപ്പം ഓസ്ട്രേലിയയുടെ കേസിൽ ആയിട്ടുള്ളൊരു ലോങ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് അവരുടെ ഡയറി പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, അത് നമ്മൾ എന്ത് ഡീല് വന്നാലും വി ടെൻ ടു റിമൂവ് ദിസ് ക്ലോസ്. അതായത് ഡയറി പ്രോഡക്ട്സ് ഒരിക്കലും നമ്മൾ ഇന്ത്യയിലോട്ട് ഓസ്ട്രേലിയ ഏറ്റവും വലിയ മാർക്കറ്റാണ്, ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഡയറി എന്ന് പറയുന്നത്. പക്ഷേ ആ ഡയറി പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിൽ അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അമൂല് പോലത്തെ കമ്പനി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് കോപ്പറേറ്റീവ് മോഡലാണ് നമ്മുടെ നാട്ടിലെ ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ അതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചർ മൊത്തത്തിൽ തകർന്നും പുറത്തുനിന്ന് നമ്മൾ ഡയറി പ്രോഡക്ട്സിനെ ഇറക്കിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റിനെയും കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ ഗവൺമെൻറ് ഇതുപോലത്തെ പോളിസീസ് ഇറക്കാനെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂഡിങ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, കൺസ്യൂമേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ട്രേഡ് പോളിസി ഷുഡ് ബി ഡിസൈൻ ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആൻസറിൽ, അതായത് ഫോസ്റ്ററിങ് ഇൻക്ലൂസീവ് ട്രേഡ് പോളിസീസ് വരുമ്പോഴേക്കും ഈ ഓസ്ട്രേലിയയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്ട്രെങ്തനിങ് റീജിയണൽ ട്രേഡ് ഫ്രെയിംവർക്സ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് അപ്പോൺ ദ സക്സസ് ഓഫ് India-US trade dispute resolution, both countries should explore opportunity to strengthen regional trade frameworks such as Indo-Pacific Economic Framework to foster a more stable and
പ്രഡിക്റ്റബിൾ ട്രേഡ് എൻവയോൺമെൻറ്റ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ഇതുപോലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസിൽ വരുന്ന ചേഞ്ചസിൽ വെച്ച് ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള എക്കണോമിക് ട്രേഡ് പോളിസീസും കൂടി നമ്മൾ സ്ട്രക്ചർ ചെയ്യണമെന്നും കൂടിയാണ് ഈ വേ ഫോർവേഡിൽ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ DNA അനാലിസിൽ ഉണ്ടായിരുന്ന ന്യൂസുകൾ. അതിൽ കൂടുതലും ഇന്നത്തെ ന്യൂസിൽ കൂടുതലും നമുക്ക് ആ സ്വയറിംഗ് സെറിമണിയുടെ ന്യൂസസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ റിപ്പീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. കുക്കി മിത്തി വയലേഷൻ, മൈറ്റി കമ്മ്യൂണിറ്റിയുടെ കോൺഫ്ലിക്റ്റുകൾ, മണിപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ആ കോൺഫ്ലിക്റ്റ് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും DNA-യിൽ പറഞ്ഞിട്ടുണ്ടാവും. DNA-യിൽ അതൊക്കെയായിരുന്നു കൂടുതലും ന്യൂസസ് ആയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലായിട്ടുള്ള ന്യൂസാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും DNA അനാലിസിസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ന്യൂസ് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. അതിൽ നിങ്ങൾ ഹൈഡ്രജൻ 21 സെൻറ്റിമീറ്റർ എമിഷൻ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡർസ്റ്റെല്ലാർ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമേ മിക്കവാറും ചോദ്യം വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മോണിറ്ററി പോളിസി ടൂൾസ് എന്താണെന്ന് നിങ്ങൾ നോക്കുക. അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ റിപ്പീറ്റഡ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രിലിംസിൽ അത് ചോദ്യം വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ട്രേഡ് റെസൊല്യൂഷൻ. അതൊരു പ്യൂർലി മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പം ഈ പ്രാവശ്യത്തെ DNA നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.